ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് അർജന്റായിട്ട് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയാറുള്ള കുറച്ച് സെന്റൻസുകളാണ്. അപ്പൊ ഏതാണ് ഈ സെന്റൻസുകൾ എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ സെന്റൻസുകൾ, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, സംസാരത്തിൽ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോ സെന്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസിന് പറയുന്നത് ഇപ്പൊ ഞാൻ ശ്രമിക്കാം എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യത്തില് നമ്മൾ പറയാറുണ്ട് അത് ട്രൈ ചെയ്യാം അല്ലെ. ഈ ട്രൈ എന്ന് പറയുന്നത് എല്ലാ ആളുകളും പറയുന്ന ഒരു വേർഡാണ് അല്ലെ. അറിയുന്നവരെ അറിയാത്തവരെ എന്നൊന്നുമില്ല, എല്ലാവരും പറയും ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാം. നമ്മൾ മുമ്പേ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയുമ്പോഴേ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പം ഐ വിൽ ട്രൈ. ഇനിയിപ്പോ ഞാൻ അത് ട്രൈ ചെയ്യാം എന്നാണെങ്കിൽ ഐ വിൽ ട്രൈ ഇറ്റ്, ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോ ഈ ട്രൈ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാലോ, ശ്രമിക്കാം എന്നാണ്. അപ്പം ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പം ഒട്ടുമിക്ക ആളുകളും മലയാളത്തിൽ ഇങ്ങനെ പറയാറില്ല, ഞാൻ ട്രൈ ചെയ്യാം എന്നേ പറയാറുള്ളൂ. സോ ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കാം. ഐ വിൽ ട്രൈ ഇറ്റ്, ഞാൻ അതിന് ശ്രമിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ തിരക്കിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താ, ഞാൻ ബിസിയാണ് എന്ന് പറയാറുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ട് ഐ എം ബിസി റൈറ്റ് നൗ, ഐ എം ബിസി റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ തിരക്കിലാണ് അല്ലെങ്കിൽ ഞാൻ ബിസിയാണ്. ഈ ബിസിയാണ് എന്നുള്ളത് നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റാത്തപ്പം ഐ എം ബിസി റൈറ്റ് നൗ, ഞാനിപ്പോൾ ബിസിയാണ്, ഞാനിപ്പോൾ തിരക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാറുള്ളതാണ് കുഴപ്പമില്ല, അതൊക്കെ ശരിയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ്സ് ഫൈൻ എന്ന് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഫൈൻ, അതൊക്കെ ശരിയാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാറുണ്ട് അത് ശരിയോ അല്ലെങ്കിൽ അതെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് റിയലി എന്ന് യൂസ് ചെയ്യുന്നത്. റിയലി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഐ എം നോട്ട് ഷുവർ. ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടാവും അല്ലെ. ഇംഗ്ലീഷ് അറിയണം എന്നൊന്നുമില്ല, ഇതൊക്കെ ഇവിടുന്ന് കേട്ട് പഠിച്ച ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് അല്ലെ, ആളുകളുടെ ഇടയിൽ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അപ്പം ഈ ഇങ്ങനെയുള്ള സെന്റൻസുകൾക്ക് എല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ്. ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇപ്പം കുഴപ്പമില്ല, ശരി എന്നുള്ള ആ ഒരു മീനിങ്ങിന്. അതുപോലെ തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാട്ടോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോ പ്രശ്നമല്ല, ഇതൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത് നോ പ്രോബ്ലം അല്ലേ. പ്രശ്നമല്ല, നോ പ്രോബ്ലം എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ പറയാറ് 1 മിനിറ്റ് അല്ലെ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് 1 മിനിറ്റ്, 1 മിനിറ്റ്, ഒരു മിനിറ്റ് ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് 1 മിനിറ്റ്. ഐ ഫോർഗോട്ട്, ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ഇനി ഐ റിമെമ്പർ, എനിക്ക് ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ഇനി ഐ നോ എന്ന് പറയുകയാണെങ്കിലോ, എനിക്കറിയാം. ഐ നോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വാട്ട്സ് ദിസ്, വാട്ട് ഈസ് ദിസ് എന്നാണ്. അതിൽ നിന്ന് ഷോർട്ടാക്കി പറയുമ്പോൾ വാട്ട്സ് ദിസ്, ഇത് എന്താണ്. അതുപോലെ തന്നെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഇങ്ങനെ പറയാം വാട്ട്സ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ് ആണ് വാട്ട്സ് ദാറ്റ്, അതെന്താണ്. ഇനി നമ്മൾ ചോദിക്കാറുണ്ട് നീ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. വേറെ അറിയോ, നീ എവിടെയാണ്, നീ വേറെ അറിയും. ഇനി ഒരാളോട് നമുക്ക് ഇങ്ങനെ ചോദിക്കണം എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, ഇനി പ്രോബ്ലം അല്ലെ. എന്തെങ്കിലും പ്രശ്നം, ഇനി പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഒരാളോട് ചോദിക്കാറുണ്ട് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആർ യു ഷുവർ, ആർ യു ഷുവർ, നിനക്ക് ഉറപ്പാണോ. അപ്പോ നമുക്ക് ഫസ്റ്റ് പറഞ്ഞതുപോലെ എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ ആർ യു ഷുവർ, ഐ എം നോട്ട് ഷുവർ എന്ന് പറയാം.
ഓക്കെ. ഇനി അത് ശരിയാണ്, അതിന് നമുക്ക് ഉറപ്പുണ്ട്, അതെ എന്നൊക്കെ പറയാൻ വേണ്ടി റിയലി, അല്ലെ, റിയലി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വെയിറ്റ് ഹിയർ. നമ്മൾ പറയാറുണ്ട് ഇവിടെ കാത്തിരിക്കൂ എന്ന് പറയാറുണ്ടല്ലോ. വെയിറ്റ് ഹിയർ, വെയിറ്റ് ദർ എന്നൊക്കെ പറയാം. ഇവിടെ കാത്തിരിക്കൂ, അവിടെ കാത്തിരിക്കൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇനി സിറ്റ് ഡൗൺ, ഇരിക്കൂ, അല്ലെ. അതുപോലെ തന്നെ ഗെറ്റപ്പ്, അല്ലെ, എഴുന്നേൽക്കൂ. അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. ഗെറ്റപ്പ്, എഴുന്നേൽക്കൂ. ഇനി ഒരു സാധനം അതവിടെ വെക്കൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതവിടെ വെക്കൂ. കീപ് ഇറ്റ് ദർ, കീപ് ഇറ്റ് ദർ, അതവിടെ വെക്കൂ. ഓക്കെ. നെക്സ്റ്റ് ഒരാളോട് നമുക്ക് അത് എടുക്കൂ എന്ന് പറയണം. ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്, അതെടുക്കൂ. ഇനി ലെറ്റ് ഉപയോഗിച്ച്, അതായത് ലെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒരുപാട് കുഞ്ഞു സെന്റൻസുകൾ പറയാം കേട്ടോ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ട്രൈ, നമുക്ക് ശ്രമിക്കാം. ലെറ്റ്സ് കം, നമുക്ക് വരാം. ഇങ്ങനെ കുറേ കാര്യങ്ങള് ലെറ്റ്സ് നമുക്കെന്ന് പറയുകയാണെങ്കിൽ ലെറ്റ്സ് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ പറയാം. ലെറ്റ്സ് പ്ലസ് വെർബൽ യൂണിറ്റ് ഫോം ആണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കോൾ മീ, അല്ലെ, എന്നെ വിളിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കോൾ മീ. ഇനി പറയാറുണ്ട് എനിക്ക് മെസ്സേജ് അയക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് മീ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ നല്ലത് എന്താണ്? ടെക്സ്റ്റ് മീ, അല്ലെ, എനിക്ക് മെസ്സേജ് അയക്കൂ. ഓക്കെ. ഇനിയിപ്പം ഒരു കുട്ടിയോട് നമുക്ക് ഓടണ്ട എന്ന് പറയണമെങ്കിൽ ഡോണ്ട് റൺ, ഡോണ്ട് റൺ, ഓടരുത്. ഓക്കെ. ഇനി നമുക്ക് ഒരാളോട് ഒരു സെക്കൻഡ് കാത്തിരിക്കാൻ പറയണം. ഒരു സെക്കൻഡ് കാത്തിരിക്കൂ. വെയിറ്റ് എ സെക്കൻഡ്, വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയുന്നത് പോലെ വെയിറ്റ് എ സെക്കൻഡ്, അല്ലെ, ഇങ്ങനെ പറയാം. ഇനി തിരിച്ചു വിളിക്കാൻ പറയുകയാണെങ്കിലോ ഐ വിൽ കോൾ യു ബാക്ക്, ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ. ഐ വിൽ കോൾ യു ബാക്ക്, ഞാൻ തിരിച്ചു വിളിക്കാം. നെക്സ്റ്റ് ഞാൻ എത്തി എന്ന് പറയാറുണ്ട്. ഐ റീച്ച്ഡ്, ഞാൻ ശ്രമിച്ചു, അല്ലെ, ഞാൻ ശ്രമിച്ചു എന്ന് പറയാറുണ്ട്. ഐ ട്രൈഡ്, ഐ ട്രൈഡ്, ഞാൻ ശ്രമിച്ചു. ഇപ്പൊ വീണ്ടും ശ്രമിക്കൂ എന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലെ, വീണ്ടും ശ്രമിക്കൂ. ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ, വീണ്ടും ശ്രമിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. കം ദർ, അവിടെ പോകൂ. കം ഹിയർ, ഇവിടെ വരൂ. കം ഫാസ്റ്റ്, വേഗം വരൂ. പല കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ ചെറുതായിട്ട് പറഞ്ഞ് സംസാരിച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ എല്ലാ സെന്റൻസുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ള സെന്റൻസുകൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഉറക്കം വരുന്നു. ഐ എം സ്ലീപ്പി, അല്ലേ, ഐ എം സ്ലീപ്പി, എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ കഴിക്കട്ടെ. ലെറ്റ് മീ ഈറ്റ്, ലെറ്റ് മീ ഈറ്റ്, ഞാൻ കഴിക്കട്ടെ. ഞാൻ പഠിക്കട്ടെ. ലെറ്റ് മീ സ്റ്റഡി, ഞാൻ പഠിച്ചു. ഐ സ്റ്റഡീഡ്. നീ പഠിച്ചു. ഡിഡ് യു സ്റ്റഡി. ഇങ്ങനെ ചെറിയ സെന്റൻസുകൾ നമ്മൾ ട്രൈ ചെയ്ത് വലിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.